ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ അദ്ദേഹം പറയുകയുണ്ടായി, ഇന്നൽ ഖൈല ഇദാ ശാറഫത് നിഹായത്തുൽ മിദ്മാർ, ഒരു കുതിര അതിന്റെ ഓട്ടപ്പന്തയത്തിൽ അതിന്റെ അവസാനത്തെ വരിയുടെ അടുത്തെത്തുമ്പോൾ, അതിന്റെ വിജയത്തിന്റെ അടുത്തെത്തുമ്പോൾ, ബദദത് ഖസാറ ജുഹ്ദിഹാ, അതിന്റെ എല്ലാവിധ പരിശ്രമം കൊണ്ട് അത് മുന്നേറും. അതിന്റെ ഏറ്റവും ഉന്നതമായ രീതിയിൽ അതിന് കഴിയുന്നതിന്റെ പരമാവധിയിൽ അത് മുന്നേറും. ലിതഫൂസ ബിസ്സബാഖ്, ഒന്നാമതായി വിജയിക്കാൻ വേണ്ടി അതങ്ങനെ പരിശ്രമിക്കും. എന്നിട്ട് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറയാണ്, ഫലാ തകുനിൽ ഖൈൽ അഫ്തന മിൻക്, ഒരു കുതിര നിന്നേക്കാൾ ബുദ്ധിമാനാകുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഒരു കുതിര നിന്നേക്കാൾ ബുദ്ധിമാനാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഫഇന്നൽ അഅമാൽ ബിൽ ഖവാതിം, കർമ്മങ്ങൾ അതിന്റെ അവസാനത്തെ പരിഗണിച്ചിട്ടാണ്. ഏതൊരു കർമ്മവും അല്ലാഹുവിന്റെ അടുക്കൽ അതിന്റെ അവസാനത്തെ പരിഗണിച്ചിട്ടാണ്. ഫഇന്നക ഇദാ ലം തുഹ്സിനുൽ ഇസ്തിഖ്ബാൽ, ഒരു അതിഥിയെ സ്വീകരിക്കുന്നതിൽ നിനക്ക് നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ലഅല്ലക തുഹ്സിനുൽ വദാ, അതിന്റെ യാത്രയയപ്പ് ഏറ്റവും നല്ല രീതിയിലാക്കുക. സഹോദരങ്ങളെ, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലേക്ക് വരുന്ന ഏറ്റവും വിശിഷ്ടമായ, അവൻ കാത്തിരിക്കുന്ന ഏറ്റവും പ്രത്യേകമായിട്ടുള്ള അതിഥിയാണ് റമദാൻ എന്നുള്ളത്. അവന് ധാരാളം ബർക്കത്തുകൾ നേടിയെടുക്കാൻ, നന്മകളിൽ മുന്നേറാൻ സാധിക്കുന്ന, പാപങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുന്ന മഹത്തായ കാലം. ആ കാലം ഇതാ നമ്മളിൽ നിന്ന് വിട്ടുപോകാൻ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിന്റെ 2/3 ഭാഗവും ഇതാ അവസാനിച്ചിരിക്കുന്നു. ആ മാസത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ അവസാനത്തെ 10 ദിനങ്ങളിലേക്കാണ് നാം പ്രവേശിക്കുന്നത്.